Hello everyone. First of all, thanks for watching this video. എല്ലാവർക്കും നന്ദി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ബ്രൂണൈ എന്ന ഈ ചെറിയ രാജ്യത്തിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് നമ്മളിവിടെ എൻ്റെ താമസ സ്ഥലത്ത് അടുത്തുള്ള ഒരു ഗാർഡനിലേക്കാണ് പോണത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ ഇവിടെ വരെ വന്നപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വഴി തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെ ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോയത്. പഴയൊരു ഓർമ്മ വെച്ചിട്ടിങ്ങനെ വന്നതാണ്, പക്ഷേ അത് റോങ് റൂട്ടായിരുന്നു. എനിവേ, നമുക്ക് സ്ഥലത്ത് ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് കയറാം. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ താല്പര്യമുള്ളവർ അതൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ വേണം കേട്ടോ. ഇങ്ങ് വന്ന് കയറിയതും സത്യത്തിൽ എനിക്കൊരു പോസിറ്റീവ് വൈബാണ് കിട്ടിയത്. അത് ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അത്ര മനോഹരം. ഇതെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം സെയിലിനുള്ള ഐറ്റംസാണ്. കുറച്ച് എക്സ്പെൻസീവായി തോന്നി ചിലതൊക്കെ, പക്ഷേ ഒരു ദിവസം ഫുൾ നടന്ന് കാണാനുള്ളതുണ്ട് ഇതിനകത്ത്. കണ്ടിട്ടില്ലാത്തവർ, ഇവിടെയുള്ളവർ, ബ്രൂണൈയിലുള്ളവർ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അത്ര നല്ല സ്ഥലമാണ് ഇത്. നെക്സ്റ്റ് മന്ത് ആണെന്ന് തോന്നുന്നു ചൈനീസ് ന്യൂ ഇയർ. ഈ ചൈനീസ് ന്യൂ ഇയർ വരുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഈ റെഡ് കളറിലെല്ലാം അലങ്കരിച്ചിരിക്കുന്നത്. കണ്ടത് ഈ ചൈനീസിൻ്റെ എന്തൊക്കെയോ ഡെക്കറേറ്റീവ് ഐറ്റംസാണ് അതിൽ മുഴുവൻ ഹാങ് ചെയ്തിരിക്കുന്നത്. ആ ചെടിയുടെ ഇടയ്ക്കൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ കണ്ടോ. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഈവൻ ഫ്ലവർ വൈസ് ഒക്കെ ആണെങ്കിലും ഒരു ചൈനീസ് ടച്ച് ആയിരുന്നു മൊത്തത്തിൽ. ഈ പച്ച ഇലകളുടെ ഇടയ്ക്ക് ഈ റെഡ് കളറിലെ ഡെക്കറേറ്റീവ് ഐറ്റംസ് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ. അത് നല്ല ചേർച്ചയുണ്ട്. ആ കോമ്പിനേഷൻ കൊള്ളാം. ഈ വോയിസ് ഓവർ പരിപാടിയൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അത് കാരണം സംസാരത്തിലുണ്ടാകുന്ന തെറ്റുകളൊക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. കണ്ടോ, ഈ ഇരിക്കുന്നതെല്ലാം കുട്ടി കുട്ടി ഫ്ലവർ വേസുകളാണ്. എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്.
ഈ ക്യാക്ടസ് ഒക്കെ ഒറിജിനലാണ് കേട്ടോ. എല്ലാം സെയിലിനുള്ളതാണ്, ഇരിക്കുന്ന എല്ലാം സെയിലിനുള്ളതാണ്. ഇതൊരു ഫിഷ് ടാങ്കാണ്. അതിൻ്റെ അകത്തൊരു 2-3 ഫിഷിനെ ഞാൻ കണ്ടായിരുന്നു. അതാ ഈ സൈഡിൽ താഴെയൊക്കെ കിടപ്പുണ്ട്. ഇതിവിടുത്തെ ഗ്രീൻ റൂമാണ്. നമുക്ക് ഇനി ഗ്രീൻ റൂമിലോട്ടൊന്ന് കയറാം. ഇത് കഴിയുമ്പോഴത്തേക്കും ഔട്ട്ഡോറും കൂടെ ഉണ്ട്. ഔട്ട്ഡോർ ഭയങ്കര രസമായിരുന്നു. അതും കൂടെ ഞാൻ പെട്ടെന്ന് കാണിക്കാവേ. ഇത് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ആദ്യം വിചാരിച്ചത് അതിൻ്റെ ആ ഒരു സ്റ്റെം അത് തന്നെ, ഐ മീൻ ആ എന്തോ പറയണത്, അത് റെഡ് കളറിലുള്ളത് കളറാണെന്നാണ് വിചാരിച്ചത്, അത് ഒറിജിനൽ കളറാണ്. പിന്നെയാണ് മനസ്സിലായത് അതെന്തോ പേപ്പർ വെച്ച് കവർ ചെയ്തിരിക്കുന്നതാണ്. ഇതൊക്കെ ഫ്രഷ് മൈക്രോ ഗ്രീൻസാണ്. ഇത് ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ബർഗറിനകത്തും സാൻഡ്വിച്ചിലൊക്കെ വെക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഔട്ട്ഡോറിലേക്ക് പോകാം. അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാം. ഇവിടെയൊക്കെ ഒത്തിരി ഹെർബ്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു.
വീഡിയോ നിങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും നേരം എൻ്റെ കൂടെ ഇരുന്നത് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ, കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഇതിൻ്റെ പോരായ്മകൾ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല വശങ്ങളെല്ലാം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം ഇനി വേറൊരു വീഡിയോയുമായിട്ട് കാണാം.